ട്യൂൺ ചെയ്യുന്നതിന് മുമ്പേ കാർബറേറ്റർ ക്ലീൻ ചെയ്യണം. എങ്കിൽ മാത്രമേ കാർബറേറ്റർ മാക്സിമം എഫിഷ്യൻ്റ് ആകത്തുള്ളൂ. ഇതിനു മുമ്പേ നമ്മൾ ചെയ്തിരിക്കുന്ന വീഡിയോ നോക്കിയാൽ കാർബറേറ്റർ ക്ലീനിങ്ങിനെ പറ്റി ഏകദേശം ഒരു ഐഡിയ കിട്ടും. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും എൻ്റെ സ്ക്രീനിലും കൊടുത്തേക്കാം. വണ്ടി സ്റ്റാർട്ട് ചെയ്തുകൊണ്ടനെ കാർബറേറ്റർ ട്യൂൺ ചെയ്യാൻ പാടില്ല. കുറച്ച് കിലോമീറ്റർ ഓടിക്കഴിഞ്ഞ് അല്ലെങ്കിൽ കുറച്ചു നേരം ഐഡിയലിംഗ് ഇട്ട ശേഷം മാത്രം ട്യൂൺ ചെയ്യുക. ഐഡിയൽ സ്ക്രൂവും എയർ ഫ്യൂവൽ സ്ക്രൂവാണ് എഞ്ചിനിലേക്കുള്ള എയർ ഫ്യൂവൽ റേഷ്യോയെ കൺട്രോൾ ചെയ്യുന്നത്. ഈ രണ്ട് സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്താണ് കാർബറേറ്റർ ട്യൂൺ ചെയ്യുന്നത്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയാണെങ്കിൽ കാർബറേറ്റർ ക്ലീനിങ്ങിനെ പറ്റി ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നതായിരിക്കും. ഈ കാണുന്ന വലിയ സ്ക്രൂ ആണ് ഐഡിയൽ സ്ക്രൂ. അവത്തിൽ ഒരു സ്പ്രിങ്ങും കൂടെ വരുന്നുണ്ട്. ഓപ്പോസിറ്റ് സൈഡിൽ കാണുന്ന ചെറിയ സ്ക്രൂ ആണ് എയർ ഫ്യൂവൽ സ്ക്രൂ. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ കുറച്ചു നേരം വണ്ടി ഐഡിയലിംഗ് ഇടാം. RPM മീറ്റർ ഉള്ള വണ്ടികളിലാണെങ്കിൽ RPM മീറ്റർ നോക്കി വളരെ സിമ്പിളായിട്ട് സെറ്റ് ചെയ്യാം. RPM മീറ്റർ ഇല്ലാത്ത വണ്ടികളിൽ എൻജിൻ സൗണ്ട് ശ്രദ്ധിച്ച് വേണം ട്യൂൺ ചെയ്യാൻ. ആദ്യമേ മൈനസിൻ്റെ ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഐഡിയലിംഗ് സ്ക്രൂ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്ത് ഐഡിയലിംഗ് സ്പീഡ് കൂട്ടി വെക്കാം. എൻജിൻ സൗണ്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. വേണമെങ്കിൽ ഇത് ഒഴിവാക്കാം. അടുത്തതായിട്ട് നമുക്ക് എയർ ഫ്യൂവൽ സ്ക്രൂ ആണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അതായത് ആ സ്ക്രൂ റൊട്ടേറ്റ് ചെയ്ത് മാക്സിമം RPM കിട്ടുന്ന പോയിന്റിൽ വെക്കുക. അതിനായിട്ട് നമുക്ക് ആദ്യമേ ആ സ്ക്രൂ ഫുൾ ടൈറ്റ് ചെയ്യാം. ഇപ്പോൾ ഐഡിയലിംഗ് സ്പീഡ് ഫുള്ള് കുറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യാം. ഒറ്റയടിക്ക് ഫുള്ള് റൊട്ടേറ്റ് ചെയ്യരുത്. ഓരോ ടേൺ കഴിയുമ്പോഴും എൻജിൻ ട്യൂണായി വരാൻ കുറച്ച് സമയം കൊടുക്കണം. അങ്ങനെ ഓരോ പോയിന്റ് വീതം ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും റൊട്ടേറ്റ് ചെയ്ത് നോക്കുക. അതിലേത് പോയിന്റിലാണോ ഏറ്റവും കൂടുതൽ RPM വരുന്നത് ആ പോയിന്റിൽ നിർത്തുക. ആദ്യമായി ചെയ്യുന്ന ആൾക്ക് ആ ഒരു പോയിന്റ് കണ്ടുപിടിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും. അതുകൊണ്ട് തന്നെ 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് നോക്കുക. സാധാരണ വണ്ടികളിലെല്ലാം തന്നെ ഒരു 3-3.5 ടേണിൻ്റെ ഇടയ്ക്കായിരിക്കും ആ ഒരു പോയിന്റ്. ആ ഒരു പോയിന്റിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നോക്കിയാൽ ആ ഒരു ഹൈ RPM കിട്ടുന്ന പോയിന്റിലാണ് എയർ ഫ്യൂവൽ റേഷ്യോ കറക്റ്റായിട്ട് എഞ്ചിനിലേക്ക് എത്തുന്നത്. ആ ഒരു റേഷ്യോ കുറഞ്ഞു പോയാൽ പവർ കിട്ടത്തില്ല, എന്നാൽ കൂടിപ്പോയാൽ മൈലേജും കിട്ടത്തില്ല. ആ ഒരു കറക്റ്റ് പോയിന്റ് സെറ്റ് ചെയ്താൽ മാത്രമേ മാക്സിമം മൈലേജും മാക്സിമം പിക്കപ്പും കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ എത്രത്തോളം ആ ഒരു എഞ്ചിൻ RPM സൗണ്ട് ശ്രദ്ധിക്കുന്നുവോ അത്രത്തോളം നമുക്ക് പെർഫെക്റ്റ് ട്യൂണിങ് കിട്ടും. അടുത്തതായിട്ട് ഐഡിയൽ സ്ക്രൂ ആണ് സെറ്റ് ചെയ്യേണ്ടത്. അതിനായിട്ട് ഐഡിയൽ സ്ക്രൂ ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുക. അങ്ങനെ എൻജിൻ ഓഫ് ആകുന്നതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള പോയിന്റിൽ നിർത്തുക. ഇപ്പോൾ സെറ്റ് ചെയ്തത് ഐഡിയലിംഗ് സ്പീഡാണ്. മൈലേജിൻ്റെ കാര്യത്തിൽ ഐഡിയലിംഗ് സ്പീഡിനും വളരെ പ്രാധാന്യമുണ്ട്. കാരണം ആവശ്യത്തിൽ കൂടുതൽ ഐഡിയലിംഗ് സ്പീഡ് ഇട്ട് കഴിഞ്ഞാൽ ഫ്യൂവൽ വേസ്റ്റ് ആകത്തേ ഉള്ളൂ. അതുകൊണ്ട് അതും കറക്റ്റ് ചെയ്യുക. ഈ രണ്ട് ട്യൂണിങ് പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ വണ്ടിയിൽ നിന്ന് മാക്സിമം മൈലേജും പിക്കപ്പും കിട്ടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. വാഹനങ്ങളുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക.